ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇത് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റാണ് കേട്ടോ. നമ്മൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ നാളായിട്ടുണ്ട് നമ്മൾ പുറത്തൊക്കെ ശരിക്കും ഒന്ന് എന്താ പറയുക, ഒരു ട്രാവലൊക്കെ ചെയ്തിട്ട്, അതായത് കുറച്ച് ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് കേട്ടോ. ഒരുപാട് ലോങ് എന്നല്ല, എന്നാലും ദുബായ് വരെയൊക്കെ പോയിട്ട് ഒരു 7-8 മാസമായിട്ടുണ്ടാവും. എനിക്കൊന്നൊരു ശരിക്കും പറഞ്ഞൊരു 9 മാസമെങ്കിലും ആയിട്ടുണ്ടാവും ഞങ്ങൾ ദുബായിലൊക്കെ പോയിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ ദുബായിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ഫാം ജുമേറയിലേക്കാണ് കേട്ടോ ഈ യാത്ര. ഫാം ജുമേറയിൽ ഇപ്പോൾ വാട്ടർ ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ദുബായ് മോളിലെ പോലെ തന്നെ. അപ്പോൾ വേൾഡ് റെക്കോർഡാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, കുറച്ച് നാളായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു മഗ്‌രിബൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരമാണ് പുറത്തിറങ്ങിയത്. ഇറങ്ങുമ്പോൾ അത്ര ഇരുട്ടൊന്നും ആയില്ലെങ്കിലും പെട്ടെന്നാണ് ഇരുട്ടൊക്കെ ആയി തുടങ്ങിയത് കേട്ടോ. പെട്ടെന്ന് സൺസെറ്റായി. ഇപ്പോൾ ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യാൻ നല്ലൊരു രസമാണ്, നല്ല ഭംഗിയാണ് കാണാൻ തന്നെ സൺസെറ്റ് ആവുന്ന ആ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ദുബായ് എത്തിയിട്ടുണ്ട്. ദുബായ് എത്തിയിട്ടുണ്ട്. ഇത് ദുബായ് എയർപോർട്ടാണ്. ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പം ഒന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തതാണ്. ഇനി നമ്മൾ ദുബായ് സിറ്റിയുടെ ഉള്ളിൽ കൂടെ ഒന്ന് പോകുന്നുണ്ട്. നല്ല രസമാണ്. ആ ഒരു എന്താ പറയുക, ഒരു 8 മണി 7:30-8 മണി ആ ഒരു സമയത്ത് ദുബായ് സിറ്റിക്ക് ഉള്ളിലൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അത്രയും ലൈറ്റും വെളിച്ചമൊക്കെ ആയിട്ട്. അപ്പോൾ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ നല്ല ഹൈറ്റ് ആയിട്ടുള്ള ബിൽഡിങ്സിൻ്റെ നടുവിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ക്യാമറ എങ്ങനെ തലകുത്തി വെച്ചാലേ അത് മുഴുവനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയാണ്. അത്രയും ഹൈറ്റ് ആയിട്ടാണ് ബിൽഡിംഗ് ഒക്കെ ഉള്ളത്. പോകുന്ന സമയത്ത് ഇത്രയും നല്ല വെളിച്ചം, നല്ല ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പം ഇത്രയും ലൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അൺടൈമായി വരുന്ന സമയത്ത്. നമ്മൾ ഫാം ജുമേറയിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ അധികം ഒന്നും നടന്നൊന്നുമില്ല. ഒരുപാട് സ്പേസ് ഉണ്ട്. ഞങ്ങൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഈ വാട്ടർ ഫൗണ്ടെയിനൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല, പക്ഷേ കുറേ നടക്കാനുണ്ടായിരുന്നു. ഒരുപാട് നടന്ന് ഒരു 3-4 സ്പോട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒറ്റ ആ ഒരു എൻട്രൻസിൽ മാത്രമേ പോയിട്ടുള്ളൂ. നമ്മൾ പോയിട്ട് ആ ഒരു വാട്ടർ ഫൗണ്ടെയിൻ മാത്രം കണ്ടുള്ളൂ. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അധികം ഒന്നും കുട്ടികളെയും കൊണ്ട് എവിടെയും പോയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കാണാം.
ഫൗണ്ടൻ വാട്ടർ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങിയില്ല, അവിടെ തന്നെ കുറച്ചൊന്ന് വാക്ക് ചെയ്ത് അടുത്ത ഷോയും കൂടെ കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇത് അവിടുത്തെ പൂത്തൊട്ടി കാണാൻ നല്ല ഭംഗിയാണ്. വലിയ വലിയ തൊട്ടികളും വലിയ മരവും അതിൽ കുറേ കടലാസ് പൂവൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് കണ്ടാൽ ഒറിജിനലായി തോന്നുമെങ്കിലും കടലാസ് പൂവൊക്കെ ഒറിജിനലാണ്, പക്ഷെ അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒരു പ്ലസ് ആയിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു റിയൽ കടലാസ് പൂവിൻ്റെ ചെടി കേട്ടോ. എന്നിട്ട് അതിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ അവിടെ നിന്നും തിരിച്ചിട്ടുണ്ട്. പിന്നെ വന്ന വഴിയെ തന്നെയാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ബുർജ് ഖലീഫയുടെ വീഡിയോ എടുത്തത് കേട്ടോ. മാക്സിമം കഴിയുന്ന രീതിയിൽ മുഴുവനായിട്ട് ഉൾക്കൊള്ളിക്കാൻ നോക്കിയിട്ടുണ്ട്. കിട്ടുന്ന പോലെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ കുട്ടി ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.